സുബൈദാക്കയുടെ ചായയുടെ കൈപുണ്യം മുണ്ടക്കേത്ത് പാട്ടാണ്. ഈ ചായയുടെ രുചി അറിയാത്തവർ മുണ്ടക്കേത്ത് ആരും തന്നെ ഉണ്ടാവില്ല. 45 വർഷമായി വണ്ടൻപതാൽ വെള്ളൂപ്പറമ്പിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന മീരാന്റെ ഭാര്യ 65 വയസ്സുള്ള സുബൈദ ഹോട്ടലുകളിലെ ചായക്കാരിയായി തുടരുകയാണ്. പ്രായം 65 കഴിഞ്ഞിട്ടും സുബൈദ ചായ അടിക്കോ പൊറോട്ട നിർമ്മാണത്തിലോ വിശ്രമം നൽകിയിട്ടില്ല. 45 വർഷം മുൻപാണ് കുഞ്ഞുമോനും ഭാര്യ സുബൈദയും വണ്ടൻപതാലിൽ ചായക്കട ആരംഭിക്കുന്നത്. 3 പതിറ്റാണ്ടോളം കാലം ചായക്കട രംഗത്ത് സജീവമായിരുന്നു. കഷ്ടപ്പാടും ശാരീരിക ബുദ്ധിമുട്ടിനെയും തുടർന്ന് കട ഉപേക്ഷിച്ചു. പിന്നീട് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി ഹോട്ടലുകളിലെ ജീവനക്കാരിയായി മാറി. പുലർച്ചെ 5:30 ഹോട്ടലിലെത്തുന്ന സുബൈദ പിന്നെ ചായക്കപ്പ് കയ്യിലെടുക്കും. കൂടാതെ പൊറോട്ടക്കാരിയാവാനും സുബൈദയ്ക്ക് മടിയില്ല. ദിവസം 45 കിലോഗ്രാമിന്റെ മൈദയിൽ പൊറോട്ട ഉണ്ടാക്കുമായിരുന്നു. മുണ്ടക്കയം ടൗണിലെ വിവിധ ഹോട്ടലുകളിൽ ചായക്കാരിയായി ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരിക്കാനിക്കവലയിലെ സ്വകാര്യ ഹോട്ടലിലെ ചായക്കാരിയാണ് സുബൈദ. പുലർച്ചെ എത്തുന്ന സുബൈദ ചില ദിവസങ്ങളിൽ കടയിൽ തിരക്കേറുമ്പോൾ രാത്രി 9 മണി വരെ ജോലി ചെയ്യും. ഒരു ദിവസം ചായ എടുത്താൽ 800 രൂപയാണ് വേതനമായി ലഭിക്കുക. ചായയുടെ കാര്യത്തിൽ സുബൈദയുടെ രുചിയെ വെല്ലാൻ മറ്റാർക്കും കഴിയില്ല. അതിന് നാട്ടുകാർ പറയുന്നത് കൈപുണ്യമെന്നാണ്. വണ്ടൻപതാലിലും പരിസരത്തുമുള്ള ആളുകളും പ്രഭാത സവാരിക്കാരുമെല്ലാം സുബൈദാക്കയുടെ കൈപുണ്യം എല്ലാ ദിവസവും പരീക്ഷിച്ചാണ് മടങ്ങുന്നത്. ഒരു ദിവസം 30 മുതൽ 35 ലിറ്റർ പാലിന്റെ ചായ എടുക്കുന്നുണ്ട് ഇപ്പോൾ. ചായടിയിൽ നിന്നുള്ള വരുമാനമാണ് 3 കുട്ടികളുടെ പഠനം, വിവാഹം എല്ലാം നടത്തിയതെന്ന് പറയുന്നതിൽ സുബൈദയ്ക്ക് 100 നാവാണ്. തുടക്കകാലം മുതൽ ഈരാട്ടുപേട്ട ചായക്കട ചെയ്യുമായിരുന്നു, ടീക്കോയിൽ. പിന്നെ അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ വണ്ടപ്പതാലി വന്ന് സ്വന്തമായിട്ട് കട ചെയ്തു. ടീക്കോയിൽ സ്വന്തമായിട്ടായിരുന്നു. വണ്ടപ്പതാലി 30 വർഷം ചെയ്തു. അത് പിന്നെ നിർത്തിയപ്പം ഞാനിങ്ങനെ എൻ്റെ ഉപജീവന മാർഗമായിട്ട് അമ്പലത്തിൻ്റെ കടയിൽ ചായ അടിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇനിയും ജോലി, ഇപ്പോൾ എനിക്ക് 61 വയസ്സായി. ഇനിയും ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒന്നുമില്ല, വേറെ ഒരു വരുമാനവും ഇല്ല. ഇതിനിടയിൽ ഭർത്താവിന്റെ വേർപാട്, തനിക്കുണ്ടായ രോഗങ്ങൾ എന്നിവ സുബൈദയെ വിഷമത്തിലാക്കിയെങ്കിലും എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടുകയാണ് ഈ 65-കാരി. കടുത്ത തലവേദനയെ തുടർന്ന് 2008 നടത്തിയ പരിശോധനയിൽ തലച്ചോറിൽ മുഴ കണ്ടെത്തുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. കാലിലെ വെരിക്കോസ് രോഗവും 3 തവണ ശസ്ത്രക്രിയ നടത്തിയതിന്റെ മുഴുവൻ ചെലവും സുബൈദയുടെ സമ്പാദ്യത്തിൽ നിന്നാണ് നടത്തിയത്.